ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് വ്ളോഗായിട്ടാണ്. എൻ്റെ മൂത്തമ്മയുടെ മോൻ്റെയാണ് കല്യാണം. അപ്പോൾ നമ്മളെല്ലാവരും തലേ ദിവസം അവിടെ പോയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും പേരാണ് ഹസീബാണ് കേട്ടോ എൻ്റെ മൂത്തമ്മയുടെ മോന്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണതൊക്കെ പുറത്ത് പോയിട്ട് എടുക്കലൊക്കെ കുറവായത് കാരണം നല്ല ചമ്മലുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ഫാമിലിയിൽ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ അവരുടെ ഇടയിലൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തെടുത്ത കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. രാവിലെ നേരത്തെ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യാത്തത് കാരണം ഞങ്ങളാരും ഇന്നലെ ഹസീബിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും രാത്രി തിരിച്ചു പോരുകയാണ് ചെയ്തത്. സൈമോനെ നേരത്തെ നീപ്പിച്ചു കേട്ടോ. എന്നിട്ട് അവന് ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അവൻ നടക്കുകയാണ്. ഷെറിമോളാണ് കേട്ടോ ഒരുപാട് ക്ലിപ്സ് എടുത്ത് തന്നത് കേട്ടോ. സൈമോനെടുത്ത് നടക്കുക കാരണം എനിക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷെറിമോളായിരുന്നു എല്ലാ വീഡിയോസും എടുത്ത് തന്നത്. അപ്പോൾ അവൻ അങ്ങനെ ഡ്രസ്സ് മാറ്റി വന്നിട്ട് അവനിക്ക് ചെരുപ്പിട്ട് നടക്കണം പോകാമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് അവന്. അപ്പോൾ എൻ്റെ ഉമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് അവന്. അപ്പോൾ ഷെറിമോൾ അവനോട് പറയുന്നുണ്ട് ഉമ്മ പോയി എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ തിരക്കിലാണ്. ഞാൻ എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സൈമോനിക്ക് മാറ്റി കൊടുക്കാൻ നിന്നത്. അവനക്ക് ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞ് അപ്പം പോകണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ പിന്നെ ഞാൻ അവനെ ലാസ്റ്റിലേക്ക് വെച്ചതാണ് കേട്ടോ ഡ്രസ്സ് മാറ്റൽ അവൻ്റെ. അപ്പോൾ അവൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഷൂട്ടായിരുന്നു. എല്ലാവരും മാറ്റലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഷാനു വിളിച്ചത്. അവൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്, നീ പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോന് പോകാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഓട്ടോ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസും കൂടി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് മാറ്റാൻ തുടങ്ങിയ പിന്നെ സൈമോന് നല്ല വാശിയാണ് കേട്ടോ. ഞാനെങ്ങാനും അവിടെ ഇട്ടിട്ട് പോയാലോ എന്നുള്ള പേടിയാണ് അവനിക്ക്. അവനെ കൂട്ടാതെ ഞാൻ പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആര് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വന്നാലും ഒന്നും അവൻ സമ്മതിക്കില്ല, എന്നോട് തന്നെ ചെയ്തുതരാൻ പറയും. അപ്പോൾ അതുപോലെ ഇപ്പം ഉമ്മ അവനക്ക് ഷൂട്ട് കൊടുക്കാൻ വന്നപ്പോൾ അവൻ ഉമ്മാനെ സമ്മതിക്കണില്ല, എന്നോട് ചെയ്യാൻ പറയുകയാണ് കേട്ടോ. ആ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാലുള്ള പേടിക്കാരനാണ്, ഞാൻ പോയാലോ എന്നുള്ള പേടിക്കാരനാണ്, അല്ലാതൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ നല്ല വാശിയാണ് കേട്ടോ. ഒരു ഭാഗത്ത് നിർത്താൻ സമ്മതിക്കണില്ല. ഞാനെങ്ങാനും അവിടെ നിർത്തിപ്പോയാലോ എന്നുള്ള പേടിയിൽ എന്നോടിങ്ങനെ എടുക്കാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവന്. അമ്മമ്മക്ക് വയ്യാത്ത കാരണം അമ്മമ്മ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോൾ വരുമ്പോൾ പതുക്കെ ആ സമയത്ത് വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം സീനും ഫവും ഒക്കെ അങ്ങനെ സ്കൂട്ടിയിൽ പോയി. ഞാനും ഉമ്മയും ഷെറിമോളും അബിയും മാമിയും എല്ലാവരുമാണ് ഓട്ടോറിക്ഷയിൽ വന്നത്. അപ്പോൾ സീമോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓരോന്നും കാണിച്ചിട്ട് അവിടെ നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത്. ഞാനും ഉമ്മയൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല കുറേ മരങ്ങളും സീനറിയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു പ്ലേസായിരുന്നു. ഇത് ആദ്യം ഒരു സ്കൂളായിരുന്നു എന്നാണ് ഇപ്പം പറഞ്ഞത്. അത് എന്നിട്ടിപ്പോൾ കൊറോണ സമയത്ത് സ്കൂൾ പൂട്ടിയപ്പോൾ ഓഡിറ്റോറിയം ആക്കിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ്, ഇതാണ് നമ്മുടെ ഗ്രൂം. അപ്പോൾ
അപ്പോൾ ഇനി അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് വരാം. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ പറഞ്ഞ പോലെ എനിക്കധികം ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോസിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ സെയ്മോനെ മാത്രം ഫോക്കസ് ചെയ്തെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നതാണ് കേട്ടോ. എന്നിട്ട് അവനോട് പോക്കറ്റിൽ കൈയിടുന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അവൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരെ ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ കൂടെ കളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വന്നത് എൻ്റെ മൂത്തമ്മയുടെ പേരക്കുട്ടിയാണിത്. അതായത് എൻ്റെ ഉമ്മയുടെ താത്തായുടെ പേരക്കുട്ടിയാണ്. മുഹമ്മദ് മിഷാൽ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സെയിമോ അങ്ങനെ തന്നെയായിരുന്നു കുട്ടിയാവുമ്പോൾ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അസീബ് പെണ്ണിനെ വിളിക്കാൻ പോണ ടൈമായി. അപ്പോൾ നമ്മളൊന്ന് ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് ദ്വയർന്നിട്ടാണ് പോണത്. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا ولله حضرة نبينا مصطفى محمد. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അസീബ് പെണ്ണിനെ വിളിക്കാൻ ഇറങ്ങിയിട്ടോ. ഷാരു പിന്നാലെ നടന്ന് അവരോട് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരോടും പറയാൻ വേണ്ടി അവനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവനെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇതിൻ്റെ മുന്നേ കോതർശ്ശിന്ന് താത്താർ വന്നിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാസ്കാക്ക വന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കാസ്കാവിന് പോകാൻ നേരത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ കാസ്കാക്ക ചെക്കൻ്റെ കൂടെ ഒന്നും വരുന്നില്ല, ഞാൻ പോവുകയാണ്, കുറച്ച് തിരക്കുണ്ട് പറഞ്ഞിട്ട് കാസ്കാക്ക പോകാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഈ 2 ട്രാവലറാണ് പിന്നെ പോണത്. അപ്പോൾ ഞങ്ങൾ അതിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അബിയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അബിയുടെ അവിടുത്തെ ഓഡിറ്റോറിയം. അപ്പോൾ അബി വന്നിരിക്കണോ ഫസ്റ്റ്, അസീബ് വന്നിരിക്കണോ ഫസ്റ്റ് എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അവർ. അങ്ങനെ ആയിട്ട് പിന്നെ റസീന്താത്തയും ഷാനുമ്പാടെ കൂടി അബിനെ കൊടുന്നു. അസീബ് സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരത്തുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ അത്.
ഷാനുവിൻ്റെ റസിൻ താത്താൻ്റെ ഒന്നും ഫേസ് കാണിക്കണത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ബ്ലറാക്കിയിട്ടുള്ളത്. നല്ല സൂം ചെയ്തിട്ട് അത് പെട്ടുണ്ട് ഈ കമ്പി ഇതൊക്കെ നല്ല കാണുന്നു. ക്യാമറക്കാർ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. അവർക്ക് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിൽ ഫ്രണ്ടിൽ നിൽക്കുക കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവരെ ബാക്കാണ് നമുക്ക് വീഡിയോയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ചെറുമോള് കുറച്ച് ക്ലിപ്സ് എടുത്തതാണിത്. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് പോരുകയാണ് കേട്ടോ. ഞാൻ പറയാം. പൊടിച്ചു കൊടുക്ക്. അങ്ങനെ തിരിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അനിമോളാണ് കേട്ടോ ബൊക്ക കൊടുത്തത്. അനിമോൾ ഷാനുവിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഇനി അഭിനെ നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു നാലകത്ത് ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് കയറ്റിയതാണ് കേട്ടോ. അങ്ങനെ എടുത്തതാണിത്. ഓഡിറ്റോറിയത്തിലുള്ളത് തന്നെയാണ് കേട്ടോ ഈ ഊഞ്ഞാൽ. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നല്ല ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ പ്ലേസാണെന്ന്. അപ്പോൾ ചെറുമോൾ എൻ്റെ അടുത്ത് സെയ്മോനെ കൂട്ടിയിട്ട് പോയതാണ്. ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ട് സെയ്മോനെ കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ. ചെറുമോൾ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഊഞ്ഞാൽ അടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്.
തിരിച്ചു വരുമ്പോൾ നമ്മൾ വന്നത് കാറിലാണ് കേട്ടോ. ആഷിഖ് മാമ നമ്മളെ വിളിക്കാൻ വേണ്ടി കാറിൽ വന്നിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും ഷായിനമ്മായും ബൽക്കിസ് മേമയും കുട്ടികളും എല്ലാവരും പാടെ അങ്ങനെ കാറിലാണ് കേട്ടോ പോകുന്നത്. ഒരു ഹെൽപ്പ് ചെയ്യോ? ഒരു എന്നിട്ട് നാളെ നമ്മുടെ kayo encho mandang daw. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടോ. ഇനി ആദ്യം പോയി ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കടന്ന് ചായയൊക്കെ കുടിച്ച് നീച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഷാനുവിൻ്റെ വീട്ടിൽ പോകണം. നൈറ്റ് ആസീബിൻ്റെ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകണം. ഇതാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞു വെഡ്ഡിങ് വ്ളോഗാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.